ഇൽമ് ലോകത്ത് നിന്ന് ഉയർന്നു പോകൽ അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ എന്ന് വിവരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഒരു 100 കൊല്ലം കൊണ്ടോ സംഭവിക്കുന്നതല്ലാതെ കുറേശ്ശെ ആയിട്ട് അതാ ഒറ്റയടിക്കങ്ങ് ഇൽമന്ന് ഉയർത്തലല്ല, ഒറ്റയടിക്ക് ലോകത്ത് നിന്ന് ഇൽമിനെ അങ്ങോട്ട് മാറ്റലല്ല, മറിച്ച് അവൻ ഇൽമിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? ബിഖബ്ദിൽ ഉലമാ, വിവരമുള്ള പണ്ഡിതന്മാരെ പിടിച്ചുകൊണ്ടാണ്, വിവരമുള്ള പണ്ഡിതന്മാരെ മരിപ്പിച്ചുകൊണ്ടാണ്. ഇൽമുള്ള നല്ല നല്ല തഹ്ഖീഖുള്ള ആലിമീങ്ങളതാ ലോകത്ത് നിന്ന് അങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചു തീരുമ്പോ ഹത്താ ഇദാ ലം യബ്ഖ ആലിമാ, ഒരൊറ്റ ആലിമും ബാക്കിയില്ലാത്ത ഒരു കാലം വരുമ്പോ ആലിമീങ്ങള് അതാ ശരിക്ക് പഠിച്ച തഹ്ഖീഖുള്ള പണ്ഡിതന്മാരില്ല. അങ്ങനെയുള്ള പണ്ഡിതന്മാരില്ലാതാകുമ്പോ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ, ജനങ്ങളതാ ജാഹിലീങ്ങളെ നേതാക്കന്മാരാക്കി വെക്കുന്നു. ജാഹിലീങ്ങളാണ് റഈസുകളാകുന്നത്, ജാഹിലുകളാണ് നേതാക്കളാകുന്നത്, ജാഹിലുകളാണ് ആ സ്ഥാനം കൈയടക്കുന്നത്. എന്നിട്ടതാ ഫസുഇലു, ഈ ജാഹിലുകളോടാണ് പിന്നെ മതവിധി ചോദിക്കപ്പെടുന്നത്, ഈ ജാഹിലുകളോടാണ് പിന്നെ മതവിധി അന്വേഷിക്കപ്പെടുന്നത്. അങ്ങനെ അവരോട് മതവിധി ചോദിച്ചാലോ അറിയാത്തത് അറിയില്ലെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനുള്ള ഈമാൻ പോലും അവർക്കുണ്ടാകില്ല. അറിവുള്ളതല്ലേ എനിക്ക് സംസാരിക്കാൻ ഒക്കൂ, എന്നെപ്പറ്റി എന്ത് വിചാരിച്ചാൽ എനിക്കെന്താണ്, അറിയാത്തത് ഞാൻ പറയൂല. കാരണം ഖുർആൻ അതാണല്ലോ പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ്, നിനക്കറിയാത്തതിനെ സംബന്ധിച്ച് നീ പറഞ്ഞു പോകരുത്. കാരണം നിന്റെ കാതും നിന്റെ കണ്ണും അതാ നിന്റെ ഹൃദയവുമൊക്കെ എല്ലാം പരലോകത്ത് ചോദിക്കപ്പെടുമല്ലോ. നാവനക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയണ്ടേ, കണ്ണയച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയണ്ടേ, കാതുകൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മറുപടി പറയണ്ടേ. ഉത്തരവാദിത്ത ബോധമില്ലാതെ എന്തും വിളിച്ചു പറയല്ല, എന്തിലും ഇടപെടല്ല. ഖുർആൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞതാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി, ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണ്, ഒരാളുടെ ഇസ്ലാം നന്നായ ലക്ഷണമാണ് എന്ത്? തർക്കുഹു മാ ലാ യഅനീഹി, തനിക്കാവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കൽ, തനിക്കാവശ്യമില്ലാത്തതിനെ വിട്ടുകളയൽ. ഒരു മുസ്ലിമിന്റെ ഇസ്ലാം നന്നായതിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞില്ലേ? ആ ഒരു സ്വഭാവം ലോകത്ത് നിന്ന് നഷ്ടപ്പെടുകയാണ്. എന്തിലും കയറി ഫത്വ പറയുകയാണ്, എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുകയാണ്. വിഡ്ഢിയാണവൻ, ഖുർആൻ അവൻ അറിഞ്ഞുകൂടാ, ഹദീസ് അവൻ അറിഞ്ഞുകൂടാ. പക്ഷേ അവൻ വിചാരിക്കുന്നു ഞാൻ വലിയ നേതാവാണെന്ന്, ഞാൻ എല്ലാത്തിന്റെയും മേലെയാണെന്ന്, ഞാൻ പറഞ്ഞതിന് ചോദ്യം ചെയ്യപ്പെട്ടുകൂടെന്ന്. ആ നിലക്കുള്ള ആ ഒരു പ്രത്യേകമായ അവസ്ഥ വരുമ്പോ ആളുകൾ അവനെ നേതാവായി കാണുകയാണ്. എന്നിട്ട് അവനോടാ ചോദിക്കുന്നത്, ഫാഫ്തൗ ബിഗൈരി ഇൽം, ഒരു വിവരവുമില്ലാതെ അത്തരക്കാര് ഫത്വ കൊടുക്കുന്നു. ആ കാലഘട്ടം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജാഹിലീങ്ങൾ ഫത്വ കൊടുക്കുക. പമ്പര വിഡ്ഢി, ഒരു ഇൽമുമില്ലാത്തവൻ ഫത്വ കൊടുക്കാണ്, എന്തിലും കയറി അഭിപ്രായം പറയാണ്. അത് ഹലാലാണ്, ഇത് ഹറാമാണ്, ഇത് പറ്റും, ഇത് പറ്റില്ല, അത് പറ്റില്ല എന്ന് പറയുന്നവനെ പറ്റില്ല. ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞവൻ ഫത്വയുടെ വല, അവൻ ഇഷ്ടം പോലെ ഇങ്ങനെ ഫത്വ കൊടുക്കുകയാണ്. ആ കാലഘട്ടം വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫളല്ലോ, ആ കൊടുത്ത ഫത്വ കൊടുത്ത അവൻ പിഴച്ചുപോയി, വഅദല്ലോ, അവർ പഴപ്പിക്കുകയും ചെയ്തല്ലോ. സ്വന്തം പഴച്ചു എന്ന് മാത്രമല്ല, ഈ ജഹാലത്തിന്റെ മറുപടിയിലൂടെ അവൻ മറ്റുള്ളവരെയും പഴപ്പിച്ചല്ലോ. ഈ ഒരവസ്ഥ വന്നു ചേരുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.